പിന്നെ എനിക്ക് പറയാനെന്താ അറിയോ, മണവാളനോടാണ്. മണവാള അനക്കുള്ള മുട്ടായി ഞാൻ തരും മണവാള ട്ടോ. അനക്കുള്ള മുട്ടായി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാലേ നമ്മളെ മറ്റോടത്തേക്ക് വിളിച്ചു വലിയ പഞ്ചഗുസ്തി വർക്കന്റെ മൂട് അങ്ങനെ 4 പെൺകുട്ടികളെ ഇങ്ങനെ നിർത്തിക്കാണ്ട് ഇങ്ങനെ ഓനെ നമ്മള് വിടൂല. ഇനി നമ്മളെ ഫൈറ്റ് മണവാളിനേറ്റാണ്. അതെ, എന്താ പറയാനുള്ളത്? മണവാള് ഓന്റെ വിചാരം വലിയ ഒലക്കയാണ്, വലിയ സംഭവമാണ്. 4 പെൺകുട്ടികളെ അവന്റെ ബാക്കിൽ നിന്നിട്ട് അങ്ങനെ ഓല കൊണ്ട് ഉജ്ജിപ്പിച്ച ഓനായിട്ടുള്ള കളിയാണ് ഇനി ഇവിടെ നടക്കുന്നത്. മണവാളിനായിട്ട് നമ്മള് കാണിച്ചത്. മണവാളിനെ ഇന്ന് അവന്റെ എല്ലാം നമ്മൾ എടുക്കും. ഇൻഷാ അല്ലാഹ് സെറ്റാക്കും. ജയ് എനിക്കത് വായിക്കാൻ ഇന്നെ തോണ്ടാൻ നിക്കണ്ട കേട്ടോ. എന്റെ പണി എടുത്താൽ മതി. മറ്റേ പണി എടുക്കാൻ നിക്കണ്ട കേട്ടോ. കൊടുക്കാനുള്ള അപ്പൊ തന്നെ നമ്മൾ കൊടുക്കണം, അല്ലെ പിന്നെ കേൾക്കാൻ പറ്റില്ല. പിന്നെ വേറെ എന്തൊക്കെയാ പറയാനുള്ളത്? മണവാളിനായിട്ടൊരു ഫൈറ്റ്. മണവാളിനായിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഒരു അടിപൊളി ഫൈറ്റ് മണവാളിനായിട്ട് ചെയ്യണമെന്ന്. ഞാൻ റെഡിയാണ്. ഈ ചെങ്ങായി ഇപ്പൊ ഞാൻ വിളിച്ചു കുറച്ച് നേരത്തെ കൂടി, മണവാള എപ്പോഴാണ് റെഡി എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു. പക്ഷെ ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഇപ്പൊ ഫോണ് കട്ടാക്കിയപ്പോ റെഡി ആവണില്ല. ഓനെ നാളെ 9 മണിക്ക് ഓനെയുള്ള കറക്റ്റ് ഫൈറ്റ് കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ പറയും. നാളെ 8:30 മണിക്ക്. മണവാളിനെ പറ്റി നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? നിങ്ങൾ പറയും. നിങ്ങളെ അഭിപ്രായം എന്താ? മണവാളൻ എന്താ പാട്? ആളെന്താ പാട്? നിങ്ങളെ അഭിപ്രായം എന്താ മൊത്തത്തില്? മണവാളൻ ഒന്ന് വായിച്ചാൻ പറ്റൂല കേട്ടോ. മണവാളൻ ഇക്ക നാളെ കാണാം. മുത്തച്ഛി പോവല്ല മുത്തച്ഛി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരാളെ മണവാളൻ കോഴിച്ചോടെ ഒന്ന് കോള് ഓനെ അത് ചങ്ങായി ഫോൺ വിളിച്ചെടുക്കൂല. പേടിച്ച് ചങ്ങായി ഓങ്ങനെ 4 ആള് ഓന്റെ ഒപ്പം ഉണ്ടാവുമ്പോ ഓൻ വലിയ ആളെ പോലെ വർത്താനം പറയും. മണവാളൻ. ഹലോ മണവാള, ഞാൻ അന്നെ ഒരു വെല്ലുവിളിക്ക് വിളിച്ചതാ. കൊറേ പെൺകുട്ടികളെയും കൊറേ ആൺകുട്ടികളെയും വെച്ച് കാണിച്ച് വലിയൊരു വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ട് ഞമ്മളങ്ങോട്ട് ഉണ്ടാക്കും മറ്റേതാക്കും നടക്കാണ്ട് അന്റെ ഒരു കോൾ റെക്കോർഡിന്റെ കിട്ടിയിക്കണോ? ജിന്നെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇജ്ജ് പറഞ്ഞു. ഞാൻ ഇത്രയും സമയം ഈ ഒരു വിഷയം എന്നോട് സംസാരിക്കാതിരുന്നത് അത് ഇന്റെ മാന്യതയാണ്. ഇജ്ജ് ആ കോൾ റെക്കോർഡിൽ ഇജ്ജ് സംസാരിച്ചത് എന്താണെന്നറിയോ? ഷാജാൻഖാർക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. ഷാജാൻഖാനെ ഞാൻ വിടൂല. എന്താ അതിന്റെ സത്യാവസ്ഥ എന്താ? എടോ അനക്ക് അങ്ങനെ പറയാണ്ടെന്ന് എനിക്ക് ഇന്നോട് പറഞ്ഞൂടെ? ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. സംഭവം അതെ സംഭവമൊക്കെ ശരിയാണ്. അതെ ആയിക്കോട്ടെ. ഇജ്ജ് കള ഒരുക്കിക്കോ, അതൊക്കെ സംഭവം ശരി തന്നെയാണ്. പക്ഷെ അനക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ എനിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? അന്റെ 1 കിലോമീറ്റർ നീളമുള്ള കാല് ഞാൻ ഒളിച്ചു. വറക്കും എല്ലാം വിറക്കും പൊന്നു മോനെ. നല്ല മുട്ടുകാല് വിറക്കും. അതിജെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്റെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മളവിടെ മിണ്ടാണ്ടെന്ന് എന്താ അറിയോ? നമ്മളൊരു മര്യാദ കൊണ്ടാണ്, മനസ്സിലായോ? അല്ല അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ അറിയാത്തോണ്ടല്ല. ഏജ് മനസ്സിലാക്കിക്കോ. ആയിക്കോട്ടെ, ഡേറ്റ് മാറ്റിക്കോട്ടെ. ഞാനോട് പറഞ്ഞില്ലല്ലോ നമ്മൾ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവിന്റെ വീടും കാര്യങ്ങളും നമുക്ക് ഇതിന് സെറ്റിങ്സ് സെറ്റ് ആക്കണ്ടേ? ലജ്ജ് പറയുമ്പോ ഇങ്ങനെ ഇതാക്കാൻ എന്താ കജ്ജിലിട്ട് തിരുമ്പുക? ആയിക്കോട്ടെ, അതിന് എനിക്ക് വേണ്ട. എന്റെ വെല്ലുവിളിക്കും ഇജ്ജ് പറഞ്ഞ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലേ അന്നെ ഞാൻ വെല്ലുവിളിക്കണേ. നാളെ നൈറ്റ് 9 മണിക്കേക്കാണ് ഞാനും നീ തമ്മിലുള്ള ഫൈറ്റ് കേട്ടോ. നാളെ ഡേറ്റ് എത്ര? നാളെ 9-ാം തീയതി. ഏത് ദിവസം? നാളെ ദിവസം വ്യാഴാഴ്ചയോ? എത്ര എളുപ്പം. വ്യാഴാഴ്ച 9-ാം തീയതി വ്യാഴാഴ്ച പൊന്നു മോനെ അന്നെ ഞാൻ വലിച്ചു കീറും. ഓക്കെ, നോക്കാം. കാണാൻ പോണ പൂരം ചോദിച്ചവരുണ്ടെന്നുള്ളൊരു മലപ്പുറം ചൊല്ലുണ്ട്.
അതെ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ ഒറ്റക്ക് എന്റെ നാട്ടിൽ വന്ന എന്റെ വീട്ടിൽ വന്നു. മനസ്സിലായോ? ഇച്ചിങ്ങനെ 10 ആളെങ്ങനെ അങ്ങനെ ആദ്യം ഇച്ചിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നിർത്തിച്ച് മസാജ് ചെയ്യ്. ഇന്റെ കളത്തേക്ക് ഞാനാ വന്നിക്കണത്. വെച്ച് മനസ്സിലാക്കിയാ മതി. മനസ്സിലായോ? അന്റെ കളത്തേക്ക് ഞാനാ വന്നിക്കണത്. വാടമുത്ത അന്നെ നമ്മള് വിളിക്കും. എന്നിട്ട് ഈ ലൈവില് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പറ്റും. പക്ഷെ നാളെ കൃത്യം 9 മണിക്ക് ഞാനും നീയും തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും ഞാൻ ഇവിടെ പറയും. ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് ലൈവ് നടത്തിയതാ. നമ്മളെ പുതിയ വീട്ടിലേക്ക് മൊത്തത്തിൽ മാറ്റി അതിന്റെ ജസ്റ്റ് ഒരു ടെസ്റ്റ് ലൈവ്. കേട്ടില്ലേ? അന്റെ 2 കിലോമീറ്ററുള്ള കാല് ഞാൻ ഓടിച്ചു. നാളെ നോക്കാൻ വെക്കും. നാളെ നോക്കാം. മറ്റേ ഈ കോഴിപ്പീടിയിലെ കണ്ടുപിടിച്ച് കോയിനെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് വലിച്ചണു. അത് കണ്ടുപിടിച്ച് കണ്ടുവിടോ? എന്നാ കണ്ടോ? കണ്ട പൊന്നു മോനെ കണ്ടോ? ഓക്കെ. എനിക്ക് എന്നോട് പറയണെന്ന് എന്റെ ഒപ്പം വരുന്ന പിള്ളേരും വേണ്ട, ഇന്റെ ഒപ്പം വരുന്ന ഈ പിള്ളേരും വേണ്ട, ഒറ്റക്ക് ഏറ്റുമുട്ടുക. മനസ്സിലായോ? അത് മതി. നാളെ കാണാം. നാളെ നമ്മള് കണ്ടറിയും. ഓക്കെ. അപ്പൊ ശരി. അസ്സലാമു അലൈക്കും. എന്റെ 2 കിലോമീറ്റർ നീളമുള്ള കാലേ നല്ലൊരു തലേണമ വെച്ച് ഉറങ്ങിക്കോ. നാളെ കാലുണ്ടാവില്ല കേട്ടോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. എന്നാ ശരി കേട്ടോ. വീട് പണിയൊക്കെ ഇപ്പൊ ചങ്കാളെ അങ്ങനെ പോകുന്നുണ്ട്. അജ്മൽ പൊന്നാര മുത്തേ നോ സീൻ നോ പ്രോബ്ലം. പിന്നെന്താ പറയുക, ഫയർ എന്ന് പറഞ്ഞ ഫയറിന്റെ കാരണം മാണിക്ക കല്ലാളെ കൊടുക്കാനുള്ളത് കൊടുക്കും ചെയ്യും, കിട്ടാനുള്ളത് വാങ്ങും ചെയ്യും കേട്ടോ. കിട്ടിയില്ലാതെ കാണിച്ച് കൊടുക്കും ചെയ്യും. അതിൽ ഒരു സംശയവും ഇല്ല. ഓക്കെ.